നമസ്കാരം. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് പലരുടെയും ആഗ്രഹമാണ്. എന്നാൽ അതിന് സാധിക്കാത്തതിൻ്റെ പ്രധാന വിഷയം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശരിയായ രീതിയിലുള്ള ശ്രമമില്ലായ്മയും അടിസ്ഥാനപരമായി പഠിക്കാനുള്ള സൗകര്യമില്ലായ്മയാണ് പ്രധാന വിഷയം. അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്നത്. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. കഴിഞ്ഞ 30 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നേരിടുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് വളരെ നന്നായി പഠിച്ചതിന് ശേഷമാണ് വളരെ ലളിതമായ രീതിയിൽ ഉള്ള ഒരു പാഠ്യക്രമം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിളാണ്. അതായത് ഒരു വാക്യത്തിലെ 5 പ്രധാന ഘടകങ്ങളാണ് ഉള്ളത്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെൻറ്റ്, ആഡ്വേർബുകൾ. ഇങ്ങനെ 5 ഭാഗങ്ങൾ ചേരുന്നതാണ് ഒരു വാക്യം. ഇത് ഗ്രാമറാണ്. എന്നാൽ ഗ്രാമറാണെന്ന് കരുതി വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതുകയും വേണ്ട. അടിസ്ഥാനമായി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കാണുന്ന പല ചാനലുകളിലും അതിനുള്ള സംവിധാനമില്ല. കുറേ വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും സാന്ദർഭികമായി ഉപയോഗിക്കാവുന്ന കുറേ വാക്യങ്ങളും മാത്രമാണ് അവർ അവതരിപ്പിക്കുന്നത്. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത്. പക്ഷേ അവരുടെ രീതി അങ്ങനെ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ അത് സാധിക്കുമെന്നുള്ള വിചാരം കൊണ്ടും ആവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രമിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ പഠിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമമാണ്. നിങ്ങളുടെ സഹകരണമുണ്ട്. ഇവിടെ ബോർഡൊന്നും തൽക്കാലം ഇല്ല. അതിന് നിങ്ങൾ ശ്രമിക്കത്തുമില്ല. എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ട് പിന്നീട് നോക്കുവാനോ ഉള്ള ഒരു ശ്രമം പലരിലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പലർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് അത് വേണ്ട. അത് കേട്ട് തന്നെ പഠിക്കേണ്ട ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ബോർഡ് വേണ്ട എന്നല്ല, ബോർഡ് വേണം. വേണ്ടുന്ന സന്ദർഭങ്ങൾ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു വാക്കിൽ 5 ഘടകങ്ങളാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതായത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെൻറ്റ്, ആഡ്വേർബിയൽ അഥവാ ആഡ്വേർബ്. ഇങ്ങനെ 5 ഭാഗങ്ങൾ ചേരുന്നതാണ് ഒരു വാചകം എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അതാണ് സബ്ജക്റ്റ്. എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് വി ടോക്ക് അബൌട്ട് ഈസ് കോൾഡ് ദി സബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാനാണ് സബ്ജക്റ്റ്. ഐ ആം ടോക്കിംഗ് ടു യു എന്ന വാക്യത്തിൽ ഐ, അതാണ് സബ്ജക്റ്റ്. യു ആർ ലിസണിങ് ടു മീ, ഇവിടെ യു അതാണ് സബ്ജക്റ്റ്. ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അവിടെ ഹി ആണ് സബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ഐ, യു, വി, ദൈ, ഹി, ഷീ, ഇറ്റ്. ഐ, യു, വി, ദൈ, ഹി, ഷീ, ഇറ്റ്. ഇത്തരം വാക്കുകളാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. ഇത്തരം വാക്കുകൾ മാത്രമല്ല, ഒരുപാട് വാക്കുകൾ വരാം. പക്ഷേ എത്ര വാക്കുകൾ വന്നാലും അതിനെയൊക്കെ ഇത്രയും വാക്കുകളിലേക്ക് ഒതുക്കാൻ സാധിക്കും. സബ്ജക്റ്റ്, ഐ, യു, വി, ദൈ, ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്ന ഈ 7 വാക്കുകളിലേക്ക് നമുക്ക് സബ്ജക്റ്റിനെ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ അത്രയും വാക്യങ്ങളിൽ ഒതുക്കി നിർത്താൻ സാധിക്കും. അടുത്ത ഭാഗം എന്ന് പറയുന്നത് വേർബാണ്. വേർബ്, ക്രിയ എന്ന് പറയുന്നത്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണെന്ന് പലപ്പോഴും പറയും. പക്ഷേ വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മാത്രമല്ല. 3 കാറ്റഗറി വേർബാണുള്ളത്. അതായത് ബീയിങ് വേർബ്, പൊസഷൻ വേർബ്, ആക്ഷൻ വേർബ്. ബീയിങ് വേർബ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആകുന്നു. സാധാരണ ഭാഷയിൽ നമ്മൾ ആണ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവൻ എൻ്റെ അയൽവാസിയാണ്, ഇന്ന് ബുധനാഴ്ചയാണ്. ഇങ്ങനെ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് അവസാനിക്കുന്ന ക്രിയകളെയാണ് നമ്മൾ ബീയിങ് വേർബ് എന്ന് പറയുക. ബി ആയിരിക്കുക, ബീയിങ് വേർബ്. അതാണ് ഫസ്റ്റ് കാറ്റഗറി വേർബ്, ബീയിങ് വേർബ്. രണ്ടാമതാണ് പൊസഷൻ വേർബ്, ഉണ്ട് എന്ന് പറയുന്നത്. നമുക്കെന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു പേനയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു വീടുണ്ട്, എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് ഒരു ജോലിയുണ്ട്. ഇതൊക്കെ നമ്മൾ പൊസഷനെ സൂചിപ്പിക്കുന്ന ക്രിയയാണ്. പൊസഷൻ വേർബ് എന്ന് പറയും. To say that we have something, we own something. അതാണ് ഇതെന്ന് പറയുന്നത് പൊസഷൻ വേർബ്. അതിന് ഹാസ് ഓർ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഹാസ് ഓർ ഹാവ്. അടുത്ത 3ാമത്തെ കാറ്റഗറി വേർബാണ് ആക്ഷൻ വേർബ്. അവിടെ ആണ് ഇപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത്.
വരിക, പോവുക, കാണുക, കൊടുക്കുക, ഇങ്ങനെ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർബാണ് ആക്ഷൻ വേർബ്. ഇങ്ങനെ 3 കാറ്റഗറി വേർബാണുള്ളത്: ബീയിങ് വേർബ്, പൊസഷൻ വേർബ്, ആക്ഷൻ വേർബ്. അതായത് ബി, ഹാസ് ഓർ ഹാവ്, ഡു ഓർ ഡസ്. അതാണ് 3 കാറ്റഗറി വേർബ്സ്. നമുക്കതിന് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. മൂന്നാമത്തെ എലമെൻ്റാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് അഫക്റ്റഡ് ബൈ ദി ആക്ഷൻ ഓഫ് ദ വേർബ്. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവർത്തന ഫലം അനുഭവിക്കുന്ന വസ്തുവിനെയോ വ്യക്തിയെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും ഒരു നൗണോ പ്രൊനൗണോ ആയിരിക്കും. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ചെറിയ വാക്ക്, സബ്ജക്റ്റ് വാക്കുകളുടെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഫോമുണ്ട്. അതിനെ നമ്മൾ മീ, ഐയുടെ സ്ഥാനത്ത് മീ, യു, ഹിം, ഹർ, ദം, അസ്, ഇറ്റ്. ഇതാണ് ഒബ്ജക്റ്റ് വേർഡ്. കുറേ വാക്കുകൾ വരാം. ഏത് വാക്കുകൾ വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ വാക്കുകളിലേക്ക് അതിനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ ആം ടീച്ചിങ് യു, അവിടെ യു ആണ് ഒബ്ജക്റ്റ്. ഓർ യു ആർ ഹെൽപ്പിംഗ് മീ, അവിടെ മീ ആണ് ഒബ്ജക്റ്റ്. അത് എപ്പോഴും അത്തരം വാക്കുകൾ തന്നെയാണെന്നല്ല, പക്ഷേ ഏത് വാക്കുകൾ വന്നാലും അതിനെ ഈ 7 വാക്കുകളിലേക്ക് നമുക്ക് ഒതുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പരിമിതപ്പെടുത്താൻ സാധിക്കും. നേരത്തെ സബ്ജക്റ്റ് വാക്ക്, ഞാൻ സബ്ജക്റ്റ് വേർഡെന്ന് പറയുന്നത് ധാരാളം വാക്കുകളുണ്ടെങ്കിൽ പോലും ഈ 7 വാക്കുകളിലേക്ക് സബ്ജക്റ്റ് പരിമിതപ്പെടുത്താൻ പറ്റുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റിനെയും അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമായ 7 വാക്കുകളിലേക്ക് നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഒബ്ജക്റ്റിൻ്റെയും പ്രത്യേകത. അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആണ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാക്കാനായിട്ട് ബീയിങ് വേർബിൻ്റെയും ചില ലിങ്കിങ് വേർബിനും ശേഷം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് മൈ ഫ്രണ്ട് എന്ന വാക്യത്തിൽ ഫ്രണ്ട്, മൈ ഫ്രണ്ട്, അതാണ് അവൾ ആരാണെന്ന് നമ്മൾ പറയുകയാണ്. ഷീ ഈസ് മൈ ഫ്രണ്ട്, അതാണ് കോംപ്ലിമെൻ്റ്. ഹീ ഈസ് എ ഡോക്ടർ, അതാണ് കോംപ്ലിമെൻ്റ്. ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ സബ്ജക്റ്റ് എന്താണ് എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് അഡ്വേർബിയലാണ്. അഡ്വേർബിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്തെയോ സ്ഥലത്തെയോ രീതിയെയോ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ അഡ്വേർബിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി കെയിം ഹിയർ ഇൻ ദ മോർണിംഗ്. ഹി കെയിം ഹിയർ എന്ന് പറയുന്നത് സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് സമയത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തെയോ സ്ഥലത്തെയോ രീതിയെയോ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് എന്തെന്ന് പറയുന്നത് അഡ്വേർബിയൽ എന്ന് പറയുന്നത്. അത് ഹൗ, വെൻ, വെയർ എന്ന് പറയും. ഹൗ, വെൻ, വെയർ. അതിൽ MPT എന്ന് പറയും, മാനർ, പ്ലേസ്, ടൈം. മാനർ, ഒരു പ്രവൃത്തി എങ്ങനെ നടന്നു എന്നുള്ളത്, അതാണ് ഹൗ. പിന്നെ പ്ലേസ്, വെയർ സംതിങ് ഹാപ്പൻഡ് എന്ന് പറയുന്നത്. ടൈം, വെൻ സംതിങ് ഹാപ്പൻഡ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തെയോ സ്ഥലത്തെയോ രീതിയെയോ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് അഡ്വേർബിയൽ എന്ന്. അതിങ്ങനെ 5 എലമെൻറ്റ്സ് ആണ് ഒരു വാക്യത്തിൽ വരുന്നത്. നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെൻ്റ്, അഡ്വേർബിയൽ. ഓക്കെ, ഇതിൻ്റെ വിശദമായ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക്, അല്ലെങ്കിൽ വിശദമായിട്ട് നമുക്കിതിനെക്കുറിച്ച് അടുത്ത പാഠത്തിൽ പഠിക്കാം. താങ്ക് യു.